ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് മെറ്റാ ആഡ്സ് റൺ ചെയ്യാമെന്നാണ് കേട്ടോ. എസ്പെഷ്യലി നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ പ്രോഡക്റ്റ്സ് സെല് ചെയ്യുന്നവരാണെങ്കിൽ ഈ കാണുന്ന ജ്വല്ലറി ബ്രാൻഡൊക്കെ പോലെ നിങ്ങൾക്കിത് നന്നായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തു, പ്രോഡക്റ്റ് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തു, ഡെയിലി റീൽസും സ്റ്റോറീസും ഒക്കെ ഇടുന്നുണ്ട്, പക്ഷേ വിചാരിച്ചത്ര ഓർഡേഴ്സ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഇനി അടുത്തത് നിങ്ങൾക്ക് ട്രൈ ചെയ്യേണ്ട ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു വഴിയാണ് ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക് ആഡ്സ്. അപ്പോൾ ആഡ് ഇടാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ റീലിൻ്റെ താഴെ കാണുന്ന ബൂസ്റ്റ് പോസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയോ? അല്ല. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരുപാട് എൻക്വയറീസും ഓർഡേഴ്സും ഒക്കെ കൊണ്ടുവരാൻ കേപ്പബിൾ ആയിട്ടുള്ള ആഡ്സ് ഒന്നും ഈ ബൂസ്റ്റ് പോസ്റ്റ് വഴിയല്ല അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ മെറ്റായുടെ ആൽഗോരിതം എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്. മെറ്റയ്ക്ക് അറിയാം ഈ കോടിക്കണക്കിന് ആൾക്കാരിൽ ആര് ഒരു പ്രോഡക്റ്റ് മേടിക്കും, ആര് മേടിക്കില്ല എന്ന്. പക്ഷെ നമ്മളൊരു ആഡ് ഇടുമ്പോൾ മെറ്റയ്ക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം നമുക്ക് എന്താണ് ഈ ആഡിൽ നിന്നും കിട്ടേണ്ടതെന്നുള്ളത്. അപ്പോഴേ മെറ്റ കറക്റ്റായിട്ട് പണിയെടുക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ബൂസ്റ്റ് പോസ്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ മെറ്റയോട് പറയുന്നത് നമുക്ക് റീച്ച് മാത്രം മതി എന്നാണ്. അതായത് പ്രൊഫൈലിലോട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ടുവരണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ കുറച്ച് പ്രൊഫൈൽ വിസിറ്റ്സ് കിട്ടിക്കഴിയുമ്പോൾ മെറ്റയുടെ പണി തീർന്നെന്ന് മെറ്റ വിചാരിക്കും, പിന്നെ പണിയെടുക്കില്ല. പക്ഷെ നമുക്ക് മെറ്റയ്ക്ക് അതിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റും. അതാണ് ഹൈലൈറ്റ്. നമുക്ക് വേണ്ടത് വെറും ക്ലിക്സോ പ്രൊഫൈൽ വിസിറ്റോ അല്ലെങ്കിൽ വെബ്സൈറ്റ് കയറി നോക്കുന്നവരോ മാത്രമല്ല, ഓർഡർ പ്ലേസ് ചെയ്യുന്നവരെ കണ്ടുപിടിക്കുന്നത് വരെ പണിയെടുക്കണം എന്ന് മെറ്റയോട് പറഞ്ഞാൽ അവിടെ നമ്മൾ മെറ്റയുടെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഓർഡേഴ്സും കിട്ടും, റീച്ചും കിട്ടും. സോ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം, അതിനെന്തൊക്കെ ആവശ്യം എന്ന് നമുക്ക് ഈ വീഡിയോ കൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. സ്റ്റെപ്പ് 1, നിങ്ങൾക്കൊരു വെബ്സൈറ്റ് വേണം. വെബ്സൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാലത്ത് വളരെ ഈസിയാണ് ഒരു വെബ്സൈറ്റൊക്കെ കിട്ടുക എന്നുള്ളത്. നിങ്ങൾക്ക് എക്സ്പ്രസ് സൈറ്റ് പോലത്തെ ആപ്പൊക്കെ യൂസ് ചെയ്ത് വെറും 3 സിമ്പിൾ സ്റ്റെപ്സിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം, പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യാം, ഓർഡേഴ്സ് മാനേജ് ചെയ്യാം. ആൻഡ് ഇതിനൊക്കെ വെറും 99 റുപ്പീസ് പെർ മന്ത് ഒക്കെ ആകുന്നുള്ളൂ. ഇതിന് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ ആവശ്യം പോലുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിലൊക്കെ പോവുക, ഫോൺ വഴി തന്നെ എക്സ്പ്രസ് സൈറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഫോൺ വഴി തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. സ്റ്റെപ്പ് 2, നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് പേജ് വേണം. സോ ഒരു ഫേസ്ബുക്ക് പേജ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് പേജസ് എന്ന് പറഞ്ഞൊരു പേജ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് പേജ് ക്ലിക്ക് ചെയ്ത് ബാക്കി ഇൻഫർമേഷൻസ് ഈസി ആയിട്ട് കൊടുത്ത് നിങ്ങൾക്ക് പേജ് ക്രിയേറ്റ് ആവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും ഫേസ്ബുക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കില്ല. അപ്പോൾ അതുകൂടെ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യാനായിട്ട് സെറ്റിങ്സിനകത്ത് പോവുക. അവിടെ അക്കൗണ്ട് സെൻറ്റർ കാണാൻ പറ്റും ഇവിടെ. ആൻഡ് പ്രൊഫൈൽ സെറ്റിങ്സിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ആഡ് അക്കൗണ്ട് എന്നൊരു ബട്ടൺ കാണാൻ പറ്റും. അത് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. സോ ഒരു ക്വിക്ക് ചെക്ക് ലിസ്റ്റ് ആവാം ഫ്രം സ്റ്റെപ്പ് 2. ഫസ്റ്റ് 1, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനൊരു പ്രോപ്പർ DPയും കവർ ഫോട്ടോയും വേണം. നമ്പർ 2, നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും ഫേസ്ബുക്ക് അക്കൗണ്ടും തമ്മിൽ കണക്റ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, മൂവിങ് ഓൺ ടു സ്റ്റെപ്പ് 3, ഒരു മെറ്റാ ബിസിനസ് പോർട്ട്ഫോളിയോ സെറ്റപ്പ് ചെയ്യുക. പേടിക്കേണ്ട, ഈസിയാണ്. മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് സെർച്ച് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ സെയിം ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ ആ പ്ലാറ്റ്ഫോമിലോട്ട് ലോഗിൻ ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങളൊരു പുതിയ ബിസിനസ് പോർട്ട്ഫോളിയോ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിനൊരു പേര് കൊടുക്കുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ബിസിനസ് പോർട്ട്ഫോളിയോയുടെ സെറ്റിങ്സിനുള്ളിലോട്ട് പോവുക. ആൻഡ് അതിനുള്ളിൽ നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ, പിന്നെ ഒരു ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന സംഭവം. ഇത് 3ഉം നിങ്ങളുടെ ഈ ഒരു പോർട്ട്ഫോളിയോയിൽ കണക്റ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ഈ ഓരോന്നിനകത്തും കയറിയിട്ട് ആഡ് ബട്ടൺ എന്നൊരു ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കണക്ട് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ 3ാമത് ഈ ആഡ് അക്കൗണ്ടിലോട്ട് വന്നാൽ മതി. അതിനകത്തൊന്നും കാണില്ല. നിങ്ങളൊരു ക്രിയേറ്റ് ന്യൂ ആഡ് അക്കൗണ്ട് കൊടുത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു ആഡ് അക്കൗണ്ടും കൂടെ ക്രിയേറ്റ് ചെയ്ത് കണക്ട് ചെയ്തിടാൻ പറ്റും. ഓക്കെ. സോ ഒരു സ്റ്റെപ്പ് 3ക്ക് ഒരു ക്വിക്ക് ചെക്ക് ലിസ്റ്റ് ആവാം. നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ആൻഡ് ഒരു ആഡ് അക്കൗണ്ട്, ഇതെല്ലാം നിങ്ങളുടെ മെറ്റാ ബിസിനസ് പോർട്ട്ഫോളിയോയുടെ കീഴിൽ കണക്റ്റഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. നൗ സ്റ്റെപ്പ് 4, നിങ്ങളുടെ വെബ്സൈറ്റിനെ നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബിസിനസ് പോർട്ട്ഫോളിയോ ആയിട്ട് കണക്ട് ചെയ്യുക. സോ വീണ്ടും മെറ്റയുടെ ബിസിനസ് ഡാഷ്ബോർഡിലോട്ട് വരിക. ആൻഡ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആഡ്സ് മാനേജർ കാണാം. ആൻഡ് അതിനുള്ളിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ ഇവൻറ്റ്സ് മാനേജർ കാണാം. ഇവൻറ്റ്സ് മാനേജറിലോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കണക്ട് ഡാറ്റ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ വെബ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ആൻഡ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പുകളിൽ ബാക്കിയുള്ള ഇൻഫർമേഷനൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു കോഡ് സ്നിപ്പെറ്റ് കിട്ടും. ഈ കോഡ് സ്നിപ്പെറ്റ് നിങ്ങളുടെ വെബ്സൈറ്റുമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വേണ്ടത്.
സോ ഇവിടെയാണ് നിങ്ങളുടെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തത് എക്സ്പ്രസ് സൈറ്റ് പോലുള്ള ആപ്പ് വഴിയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വെറും ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു പരിപാടി തീർക്കാം. നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു കോഡ് സ്നിപ്പറ്റ് ചെയ്യുന്ന ഒരു 11 ഡിജിറ്റ് പിക്സൽ ഐ ഡി കാണും. ആ പിക്സൽ ഐ ഡിനെ കോപ്പി ചെയ്യുക ആൻഡ് ദെൻ നിങ്ങൾ എക്സ്പ്രസ് സൈറ്റ് ആപ്പിലോട്ട് പോവുക. അതിനകത്ത് സെറ്റിങ്സിനുള്ളിൽ ഇൻ്റഗ്രേഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് മെറ്റാ പിക്സൽ കാണാൻ പറ്റും. കണക്റ്റ് കൊടുക്കുക, ആ കോപ്പി ചെയ്ത പിക്സൽ ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്യുക ആൻഡ് ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റ് മെറ്റയുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആരൊരു പ്രോഡക്റ്റ് മേടിച്ചാലോ വ്യൂ ചെയ്താലോ ഒക്കെ വെബ്സൈറ്റ് മെറ്റയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ കൈമാറുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തത് എക്സ്പ്രസ് സൈറ്റ് ആപ്പ് വഴിയല്ല, വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഡെവലപ്പറിനെ വെച്ച് കസ്റ്റമായിട്ട് വെബ്സൈറ്റ് ബിൽഡാണ് ചെയ്തതെങ്കിൽ ഈ സ്റ്റെപ്പിൽ കുറച്ചുകൂടെ നൂലാമാലകളുണ്ട്. അതായത് നിങ്ങൾക്ക് മെറ്റാ പിക്സൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കൂടെ സ്റ്റാൻഡേർഡ് ഇവൻറ്റ്സ് എന്നൊരു സംഭവമുണ്ട്. അതും കൂടി പ്രോപ്പറായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ കോഡിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഡെവലപ്പറിനെ ഒന്ന് അസിസ്റ്റ് ചെയ്യാൻ വിളിക്കുക എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അല്ല നിങ്ങൾക്ക് എന്നെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട് ഇൻ്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട്. ജസ്റ്റ് സെർച്ച് ചെയ്യുക ഹൗ ടു ഇൻസ്റ്റാൾ മെറ്റാ പിക്സൽ ആൻഡ് സ്റ്റാൻഡേർഡ് ഇവൻറ്റ്സ് ഓൺ വെബ്സൈറ്റ് ആൻഡ് നിങ്ങൾക്ക് നല്ലൊരു ട്യൂട്ടോറിയൽ കിട്ടും. ഓക്കെ, സോ ഇതുവരെ എത്തിയെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പോർട്ട്ഫോളിയോയും നിങ്ങളുടെ വെബ്സൈറ്റും ഒക്കെ ഒരു എഫക്റ്റീവായിട്ടുള്ള മെറ്റാ ആഡ്സ് റൺ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കുകയാണ്. നൗ ഫൈനൽ സ്റ്റെപ്സിലോട്ട് പോകാം. സ്റ്റെപ്പ് 5, ഒരു ആഡ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക. സോ അതിനായിട്ട് വീണ്ടും മെറ്റാ ബിസിനസ് ഡാഷ്ബോർഡിലോട്ട് പോവുക ആൻഡ് ആഡ്സ് മാനേജറിനുള്ളിലോട്ട് പോവുക ആൻഡ് അതിനകത്ത് ക്യാമ്പയിനകത്ത് ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ കൊടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ സെയിൽസ് ചൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് മെറ്റ നിങ്ങൾക്ക് സെയിൽസ് കിട്ടുന്നത് വരെ പണിയെടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 ലെയേഴ്സ് കാണും. ആദ്യത്തെ ലെയറിൽ നിങ്ങളുടെ ക്യാമ്പയിൻ നെയിമും ഡെയിലി ബഡ്ജറ്റ് എത്ര സ്പെൻഡ് ചെയ്യണം ഈ ആഡിന് വേണ്ടി എന്നുള്ളത് കൊടുക്കാൻ പറ്റും. ഒരു 300 രൂപ മുതൽ 500 രൂപ വരെ എന്ന് പറയുന്നത് നല്ലൊരു എമൗണ്ടായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ 300-ന് താഴെ പോകരുത്, കാരണം മെറ്റയ്ക്ക് പഠിക്കാനുള്ളതാണ്. അതിന് മിനിമം ഒരു എമൗണ്ട് വേണം. ഇനി സെക്കൻഡ് ലെവലിലോട്ട് പോവുകയാണെങ്കിൽ അതിന് ആഡ് സെറ്റ് ലെവൽ എന്നാണ് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ആദ്യം ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൺവേർഷൻ ലൊക്കേഷനാണ്. അതായത് ആൾക്കാർ ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് അവിടെ നിങ്ങളുടെ വെബ്സൈറ്റ് തന്നെ കൊടുക്കുക. ആൻഡ് അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ കൺവേർഷൻ ഇവൻറ്റിനെ പർച്ചേസ് എന്ന് തന്നെ കൊടുക്കുക. സോ മെറ്റയുടെ ലാസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും. സോ അതുവരെ പണിയെടുത്തോളൂ. ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അതായത് ഏത് ലൊക്കേഷനിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഡിനെ കാണിക്കണം അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഇന്ത്യ ആയിട്ട് തന്നെ കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങളും ഇന്ത്യ മുഴുവൻ ഷിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ സിറ്റീസ് കൊടുക്കാൻ പറ്റും. ഇനി അതും കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ്സ് കാണാൻ പറ്റും. അവിടെയാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ആഡ് റീലിനിടയിൽ വരണോ അല്ലെങ്കിൽ സ്റ്റോറീസിൻ്റെ ഇടയിലാണോ വരേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അത് നിങ്ങൾ ഡീഫോൾട്ട് ഓപ്ഷനിൽ തന്നെ വിടുക ആൻഡ് ഉറപ്പ് വരുത്തുക ഇവിടെ ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് ഈസ് ടേൺഡ് ഓൺ ഓർ നോട്ട് എന്ന്, അത് ഓൺ ആയിരിക്കണം. ഇനി മൂന്നാമത്തെ ലെയറിലോട്ട് പോകാം. മൂന്നാമത്തെ ലെയറിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ആഡ് ക്ലിക്ക് ചെയ്താലും നേരെ പ്രോഡക്റ്റ് ലിങ്കിലോട്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റിലൊരു പേജിൻ്റെ ഒരു ലിങ്കോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതും കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആഡിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ആയിട്ടുള്ളൊരു റീലിനെയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ ആയിരിക്കണം നിങ്ങൾ ആദ്യം ആഡായിട്ട് ട്രൈ ചെയ്യാൻ. അപ്പോൾ അത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ആഡിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും പിന്നെ അവസാനം പ്രിവ്യൂ ഒക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആഡ് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. പബ്ലിഷ് ചെയ്യാൻ നേരത്തായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് മേക്ക് ചെയ്യാനായിട്ടുള്ള പ്രോംപ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ടോപ്പപ്പ് ചെയ്യാം. ആൻഡ് ടോപ്പപ്പ് ചെയ്താൽ പേയ്മെൻറ്റ് ഉപയോഗിച്ച് തീരുമ്പോഴത്തേക്കും ആഡ് സ്റ്റോപ്പ് ആവും. അപ്പോൾ വീണ്ടും നിങ്ങൾ ടോപ്പപ്പ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ മെറ്റാ ആഡ്സ് ക്യാമ്പയിൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാ സ്റ്റെപ്പും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു അഡ്വർടൈസിങ് സെറ്റപ്പാണ് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതും ജസ്റ്റ് ക്ലിക്സിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് പർച്ചേസസ് കിട്ടുന്നത് വരെയും നിങ്ങളുടെ ആഡ് പണിയെടുത്തോളൂ. മാത്രമല്ല ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ആഡിന് ഒരു 3 ദിവസത്തെ സമയമെങ്കിലും മിനിമം നിങ്ങൾ കൊടുത്തിട്ടേ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ ആഡ് വർക്കാകുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കാവൂ. സോ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഞങ്ങൾ റെഗുലറായിട്ട് ഇ-കൊമേഴ്സ് ടിപ്സും കൺവേർഷൻ സ്ട്രാറ്റജീസും ട്യൂട്ടോറിയൽസൊക്കെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.